നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മൾ ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ള ചെറിയൊരു ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ചില സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു മറുപടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻസൽ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ലോങ് പ്രൊസീജിയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമുക്ക് റീഫണ്ട് ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ക്യാൻസലേഷൻ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ജെനുവിൻ റീസൺ. നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്യാൻസലേഷൻ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇതൊരു ലോങ് പ്രൊസീജിയർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലോങ് പ്രൊസീജിയർ ആണ്. പെട്ടെന്ന് നമുക്ക് ഓടി ചെന്നിട്ട് ക്യാൻസൽ ഓപ്ഷൻ അമർത്തിയാൽ നമുക്ക് റീഫണ്ട് ഓപ്ഷൻ കിട്ടുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രൊസീജിയറും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാന്നുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ ഇഗ്നു പറയുന്നുണ്ട്. അപ്പൊ ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഗ്രിക്ക് ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സബ്ജക്ട് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങളുടെ നഷ്ടമാവില്ല. അപ്പോൾ സബ്ജക്ട് കൺഫർമേഷൻ കൊടുത്തോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ സബ്ജക്ട് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം 15 ദിവസത്തിനകമാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണേ, അതായത് നിങ്ങളുടെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണത് എങ്കിൽ നിങ്ങൾക്ക് 500 rupees ആണ് ഡിഡക്റ്റ് ആവുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 5000 ആണ് പേയ്മെന്റ് ചെയ്തത് എങ്കിൽ 15 ദിവസത്തിനകം നിങ്ങൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 4500 വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 16 മുതൽ 90 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ക്യാൻസലേഷൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1000 rupees ആണ് ഡിഡക്റ്റ് ആവുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തതെങ്കിൽ 4000 രൂപയാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ക്യാൻസൽ ഓപ്ഷൻ വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടായിരിക്കില്ല. ക്യാൻസൽ ഓപ്ഷൻ അപ്ലൈ ചെയ്യാം, അതിനും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. മാക്സിമം 90 ദിവസം വരെയാണ് ഇഗ്നു നമുക്ക് റീഫണ്ട് ഓപ്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി രജിസ്ട്രേഷൻ ചെയ്തത് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ക്യാൻസൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ക്യാൻസൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഒക്കെ വരുന്നത്. അതായത് എത്ര ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തതെന്നുള്ളത് യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ക്യാൻസൽ ഓപ്ഷൻ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, കറസ്പോണ്ടിങ് മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യും കൂടെ വേണം. അത് മറക്കരുത്, എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റീസൺ മെൻഷൻ ചെയ്യണം. അതിനുശേഷമാണ് അവർക്ക് മെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെയില് ഒരു വട്ടം ചെയ്തുകൊണ്ട് അവർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് റീഫണ്ട് ഓപ്ഷൻ കിട്ടുന്നത്. അത് നമ്മളിപ്പോൾ ഇന്ന് ക്യാൻസൽ ചെയ്താൽ നാളെ റീഫണ്ട് ഓപ്ഷൻ കിട്ടും എന്നല്ല. ഇതൊരു ലോങ് പ്രൊസീജിയർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കാരണം മിനിമം ഒരു 5 to 10 months വരെ ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. 5 മുതൽ 10 മാസം വരെ കഴിഞ്ഞിട്ടേ നമുക്ക് ഇഗ്നു റീഫണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക, എന്നിട്ട് വേണം ക്യാൻസൽ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാൻസലേഷൻ പ്രൊസീജിയർ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്.